ഹായ് ഗൈസ്. സോ ലാസ്റ്റ് സെഷനിൽ നമ്മൾ റെൻഡർ ലിറിക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതിയിരുന്നു. അതൊരു ഹെൽപ്പർ പോലെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയുക കണ്ടൻറ്റ് കറസ്പോണ്ടിങ് ആ വരികൾ ഏതൊക്കെയാണ് വരികളുള്ളത് ആ പെർട്ടിക്കുലർ സോങ് ആയിട്ട് ബന്ധപ്പെട്ട് അതിനെ നമ്മൾ റെൻഡർ ചെയ്തെടുത്തിരുന്നു. ഓക്കെ, പക്ഷേ നമ്മൾ ഈ ഹെൽപ്പറിനെ വിളിച്ചിട്ടുണ്ടായില്ല റെൻഡർ മെത്തേഡിൻ്റെ ഉള്ളിൽ. സോ അതാണെന്ന് വിളിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ലിറിക് ലിസ്റ്റ് ഓൾറെഡി നമ്മൾ കണ്ടൻറ്റായിട്ട് കൊടുത്ത് ഹാർഡ് കോഡഡ് ആണ്, റിമൂവ് ചെയ്യണം. എന്നിട്ട് ഞാനൊരു പകരം കൊടുക്കുന്നത് ദിസ് ഡോട്ട് റെൻഡർ ലിറിക്സ് എന്ന് പറഞ്ഞ് വിളിക്കണം ഫംഗ്ഷൻ. ഓക്കെ, നമുക്ക് സേവ് ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്താന്ന് വെച്ചാൽ ലിറിക്സ് കറസ്പോണ്ടിങ് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ഈ ഫംഗ്ഷൻ വിളിക്കുന്നു ദിസ് ഡോട്ട് റെൻഡർ ലിറിക്സ്. സോ നമ്മൾ ഈ ഫംഗ്ഷൻ വിളിക്കുന്നു. ഈ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ഇവിടെ റെൻഡർ ചെയ്യും കറസ്പോണ്ടിങ് ലിറിക്സിൻ്റെ അറേ നമുക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞ മുമ്പ്. സോ ആ കിട്ടുന്ന അറേ ഒന്ന് മാപ്പ് വെച്ചിട്ട് ലൂപ്പ് ചെയ്തിട്ട് നമുക്ക് കറസ്പോണ്ടിങ് കണ്ടൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, വരികൾ കിട്ടുന്നുണ്ട് എന്നുള്ള. നമുക്കൊന്ന് സേവ് ചെയ്തിട്ടുണ്ട്, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ബ്രൗസറിൽ. സോ അതിന് മുമ്പ് ഞാൻ വെബ് പാക്ക് ഒന്ന് ചെക്ക് ചെയ്യണം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത്. സോ ഇഷ്യൂ ഒന്നും കാണുന്നില്ല. തിരിച്ച് ഞാൻ ബ്രൗസറിൽ പോയിട്ട് നമുക്കൊന്ന് റീലോഡ് ചെയ്യാം. റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 2 എണ്ണം വന്നിട്ടുണ്ട്. എവറി നൈറ്റ് ഇൻ മൈ ഡ്രീംസ് ഐ സീ യു ഐ ഫീൽ യു എന്നും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി ആ ഡാറ്റയ്ക്ക് കിട്ടുന്നുണ്ട്, നമ്മുടെ സ്ക്രീനിൽ കിട്ടുന്നുണ്ട്. ഇനി അടുത്തൊരു ചോദ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് വയ്ക്കുന്നത്, പുതിയ വരി ഞാനിവിടെ ആഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലിസ്റ്റിൽ കാണുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓക്കെ, സോ അതിന് ടെസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫോമിൽ ആദ്യം ഒരു വരി നിങ്ങൾ ആഡ് ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക, എന്നിട്ട് നെറ്റ്വർക്ക് ട്രാവലിംഗ് മ്യൂട്ടേഷൻ നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം ഇത് ഓട്ടോമാറ്റിക് വരുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, സോ ഞാൻ നെറ്റ്വർക്ക് എടുക്കുകയാണ്. നെറ്റ്വർക്ക് ഞാൻ ക്ലിയർ ചെയ്യാം തൽക്കാലം. എന്നിട്ട് ഞാനൊരു വരി ആഡ് ചെയ്യണം. റെയിൻ ചുമ്മാ ഞാൻ കൊടുക്കുകയാണ്, റെയിൻ കം അഗെയിൻ എന്ന് പറഞ്ഞ് ചുമ്മാ ഒരു വരി കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ക്ലിയർ ചെയ്യുന്നു. സോ ഇവിടെ മ്യൂട്ടേഷൻ വിളിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ടാബ് ആക്കി കഴിഞ്ഞാൽ മ്യൂട്ടേഷൻ വിളിക്കുന്നുണ്ട്. നമുക്ക് ഡാറ്റ ഒക്കെ പ്രോപ്പർലി ആഡ് ആയിട്ടുണ്ട് നമ്മുടെ മ്യൂട്ടേഷനിൽ. അടുത്ത വരി റെയിൻ കം അഗെയിൻ. സോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് 3 വരി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലിസ്റ്റിൽ അപ്ഡേറ്റ് ആവുന്നില്ല. ഓക്കെ, ബ്രൗസർ റീഫ്രഷ് ചെയ്താൽ മാത്രമേ നമ്മൾ അപ്ഡേറ്റ് ആവുള്ളൂ. ഇപ്പോൾ ഞാൻ ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് കറസ്പോണ്ടിങ് വരുന്നുള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അപ്ഡേറ്റ് ആവുന്നില്ല. ഇത് എന്തുകൊണ്ടായിരിക്കും നടക്കുന്നുണ്ടാവുക? നമ്മൾ കണ്ടിരുന്നു ഈ സോങ് ക്രിയേറ്റ് കമ്പോണൻറ്റിലും ഇതേ ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്നിട്ട് മ്യൂട്ടേഷൻ സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ പണ്ട് എഴുതിയിരുന്നത് സോങ് ക്രിയേറ്റ് കമ്പോണൻറ്റിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ഇവിടെ മ്യൂട്ടേഷൻ സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ റീഫെച്ച് എന്ന് പറഞ്ഞ് എഴുതിയിരുന്നു. അപ്പോൾ റീഫെച്ച് ക്വറി റൺ ചെയ്തിരുന്നു. നമ്മൾ റീഫെച്ച് ക്വറീസ് എന്ന് പറഞ്ഞിട്ട് ഏത് ക്വറിയാണോ എന്ന് വെച്ചാൽ ആ പെർട്ടിക്കുലർ ക്വറി രണ്ടാമത് റീറൺ ചെയ്തിരുന്നു. അങ്ങനെ നമുക്ക് അപ്ഡേറ്റഡ് ലിസ്റ്റ് വീണ്ടും ഫെച്ച് ചെയ്ത് UIയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നു. ഇതേ അപ്രോച്ച് ലിറിക്സിൽ ഉപയോഗിക്കായിരുന്നു നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ യെസ് ഉപയോഗിക്കായിരുന്നു. പക്ഷേ നമുക്ക് വേറൊരു അപ്രോച്ച് കൂടി പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യാത്തത് നമ്മുടെ ലിറിക് ലിസ്റ്റിൽ. ഓക്കെ, സോ അതിന് നമ്മൾ എന്ന് വെച്ചാൽ അപ്പോളോയുടെ ഇൻറ്റേർണൽസ് ഒന്ന് മനസ്സിലാക്കണം ആദ്യം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, സോ നമുക്കൊരു ഡയഗ്രാം നോക്കാം ആദ്യം. ഓക്കെ, ഇതിൽ ഞാനൊരു അപ്പോളോ ക്ലയൻ്റ് അല്ലെങ്കിൽ അപ്പോളോ സ്റ്റോർ എന്ന് കോൺഫിഗർ ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് വിചാരിക്കാം. സോ ഇവിടെ അപ്പോളോ സ്റ്റോറിൽ ബക്കറ്റ്സ് ഓഫ് ഡാറ്റ എന്നാ പറയുക ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കേസിൽ സോങ്സിൻ്റെ ഒരു ബക്കറ്റും ലിറിക്സിൻ്റെ ഒരു ബക്കറ്റും, അപ്പോൾ 2 ബക്കറ്റ് ഉണ്ട്. ക്വറി റൺ ചെയ്ത് കഴിയുമ്പോൾ അപ്പോളോ റെസ്പോൺസ് ഡാറ്റ കറസ്പോണ്ടിങ് ബക്കറ്റിൽ അത് സേവ് ചെയ്യും. ഇപ്പോൾ സോങ്സിൻ്റെ ഡാറ്റയാണ് വരുന്നുണ്ടെങ്കിൽ സോങ് ബക്കറ്റിൽ സേവ് ചെയ്യും, ലിറിക്കിൻ്റെ ഡാറ്റ വരുന്നുണ്ടെങ്കിൽ ലിറിക് ബക്കറ്റിൽ സേവ് ചെയ്യും. ഓക്കെ, സോ അപ്പോളോ റെസ്പോൺസിൽ ടൈപ്പ് ചെയ്യുന്ന അത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വെച്ചാൽ ഈ അപ്പോളോ റെസ്പോൺസിൽ നമുക്കിപ്പോൾ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ടൈപ്പ് നെയിം കണ്ടോ, സോങ് ടൈപ്പ് എന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യാണ് റെയിൻ ഗോ അവേ എന്ന് അടുത്ത ലൈൻ കൊടുക്കാം. റെയിൻ ഗോ അവേ എന്നിട്ട് ഞാൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഞങ്ങൾ വിളിക്കുന്ന ഡാറ്റയിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് നെയിം കാണാൻ പറ്റും. ഇവിടെ സോങ് ടൈപ്പാണ്. ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിറിക് ടൈപ്പാന്ന് പറയുന്നുണ്ട് കണ്ടോ. സോ ഈ അപ്പോളോ റെസ്പോൺസിൽ ടൈപ്പ് നെയിം ഉണ്ട്, 2 ഉണ്ട്. സോങ് ടൈപ്പും ഉണ്ട്,
നമുക്ക് നമ്മുടെ ലിറിക് ടൈപ്പും കിടക്കുന്നുണ്ട്. ഓക്കെ, അത് പ്രകാരം അപ്പോളോ ഡാറ്റ എവിടെ സേവ് ചെയ്യണമെന്ന് അവർക്ക് അറിയാം. ഓക്കെ, ഏത് ബക്കറ്റിൽ സേവ് ചെയ്യണം എന്നുള്ളത്. ഇനി ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അപ്പോളോ സേവ് ചെയ്തു എന്ന് പറഞ്ഞു, ഇവിടെ സേവ് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അപ്പോളോ ഡാറ്റ ഇവിടെ സേവ് ചെയ്യുന്നുണ്ടെങ്കിലും അപ്പോളോന് ഓരോ റെക്കോർഡിനും യുണീക്ക് ഐഡൻറ്റിറ്റി അറിയില്ല. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ സോങ് 1, സോങ് 2, സോങ് 3 എന്നുണ്ടെന്ന് വിചാരിക്കും ഇവിടെ. സോ അത് എങ്ങനെ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യും? അതുകൊണ്ട് അപ്പോളോ റിയാക്റ്റിനെ അറിയിക്കാനാവുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സോങ് 5ാമത്തെ അപ്ഡേറ്റായി റീറെൻഡർ ചെയ്യണം എന്ന് പറയണം. സോ അത് അറിയിക്കാൻ പറ്റുന്നില്ല അപ്പോളോന്. കാരണം എന്ന് വെച്ചാൽ അതിന് വേർതിരിക്കാൻ പറ്റുന്നില്ല ഏത് സോങ് അപ്ഡേറ്റ് ആയെന്നുള്ളത്. അതാണ് ഇതിൻ്റെ കോർ ഇഷ്യൂ വരുന്നത്. ഓക്കെ, സോ നമ്മൾ മ്യൂട്ടേഷൻ റൺ ചെയ്ത സമയത്ത് ന്യൂ ലിറിക് ആഡ് ചെയ്തിരുന്നു. ഓക്കെ, നെറ്റ്വർക്ക് റെസ്പോൺസ് നമ്മൾ നോക്കിയിരുന്നു. നമ്മുടെ കേസിൽ ഇവിടെ നെറ്റ്വർക്ക് റെസ്പോൺസ് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് റെസ്പോൺസിൽ 4 എണ്ണം വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മുടെ കേസിൽ ഇപ്പോൾ 4 എണ്ണം വന്നിട്ടുണ്ട്. പക്ഷേ യുഐയിൽ 3 എണ്ണേ വന്നിട്ടുള്ളൂ. ഓക്കെ, സോ അപ്പോളോ സ്റ്റോറിൽ സോങ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ബേസിക്കലി. പക്ഷേ റിയാക്റ്റിന് അപ്ഡേറ്റ് അറിയിക്കാത്തത് കാരണം യുഐ റീഫ്രഷ് ആവുന്നില്ല. ഓക്കെ, സോ അത് നമ്മൾ ഫിക്സ് ചെയ്യണം. അതെങ്ങനെ ഫിക്സ് ചെയ്യുന്നു വെച്ചാൽ ഐഡൻറ്റിഫൈ ചെയ്യണം പർട്ടിക്കുലർ റെക്കോർഡ്സൊക്കെ. സോ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ അപ്പോളോന് ഓരോ റെക്കോർഡിനും യൂണീക്കായിട്ട് ഐ ഡി ഉണ്ടെന്ന് പറയാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഇവിടെ അപ്പോളോ സ്റ്റോറിൽ സോങ് അപ്ഡേറ്റ് ആയിട്ടെങ്കിൽ കൂടിയും റിയാക്റ്റിന് അത് അറിയിക്കാൻ പറ്റുന്നില്ല. കാരണം റിയാക്റ്റിന് അപ്ഡേറ്റ് അറിയിക്കാത്തത് കാരണം റെൻഡർ റീഫ്രഷ് ആവുന്നില്ല എന്നുള്ളത്. ഓക്കെ, സോ അതിൻ്റെ ഫിക്സാണ് നമ്മൾ പറഞ്ഞത് എന്ന് വെച്ചാൽ എന്താ പറയുക, ഐഡൻറ്റിഫൈ റെക്കോർഡ് ചെയ്യണം. നമ്മൾ ഏതൊക്കെ റെക്കോർഡാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ അത് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ റെക്കോർഡിനും ഓരോ യൂണീക്ക് ഐ ഡി ഉണ്ടെന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ സോങ്ങിന് വന്നിട്ട് ഇപ്പോൾ ID1, ID2, ID3 ഉണ്ട്. ലിറിക്കിനും ID 20, 21 ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പോളോ റിയാക്റ്റിനെ അറിയിക്കും. ഓക്കെ, സോങ് വിത്ത് ID5 ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ID5 അപ്ഡേറ്റ് ആയിട്ടുണ്ട്, അത് ഉപയോഗിക്കുന്ന കമ്പോണൻസ് റീറെൻഡർ ചെയ്യണമെന്ന് പറയുക ആക്ച്വലി. ഓക്കെ, സോ അങ്ങനെ ആകുമ്പോൾ അപ്പോളോ എന്താ പറയുക കറൻ്റ്ലി കറസ്പോണ്ടിങ്ങിൽ വർക്കാവും ആക്ച്വലി പെർട്ടിക്കുലർ ID വെച്ച് കൊടുക്കണമെങ്കിൽ. ഇതിൽ ഫ്ലോ ഒന്ന് റീക്യാപ്പ് ചെയ്യാം, ഒന്നും കൂടി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. ആദ്യം ഇനീഷ്യൽ ക്വറിയിൽ സോങ് നമ്മൾ ഫെച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ലിസ്റ്റ് ആക്ച്വലി പെർട്ടിക്കുലർ സോങ്ങിൻ്റെ ലിറിക്സ് ഫെച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ പറയുക മ്യൂട്ടേഷനിൽ പുതിയ ലിറിക് ആഡ് ചെയ്തു മ്യൂട്ടേഷൻ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് റെസ്പോൺസ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടിയെന്ന് വെച്ചാൽ അപ്ഡേറ്റഡ് സോങ്ങും കിട്ടി. അപ്ഡേറ്റഡ് സോങ് പ്ലസ് അതിൻ്റെ ലിറിക്സിൻ്റെ കളക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് അപ്പോളോ സ്റ്റോറിൽ നമ്മൾ പറഞ്ഞു അപ്പോളോ സ്റ്റോറിൽ സോങ് 5 ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു. സോങ് 5 എന്നുള്ളത് സോങ് 5 അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോളോ സ്റ്റോർ എന്നിട്ട് അറിയിക്കുന്നു എന്ന് വെച്ചാൽ സോങ് 5 യൂസ് ചെയ്യുന്ന കമ്പോണൻസ് റീറെൻഡർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോളോ അറിയിക്കുന്നുണ്ട്. ഓക്കെ, അത് അങ്ങനെ റീറെൻഡർ ചെയ്യുമ്പോൾ യുഐ റിഫ്രഷ് ആവും, അപ്ഡേറ്റഡ് ലിറിക്സ് കാണാനും പറ്റും. ഇതാണ് ആക്ച്വലി നമ്മൾ ഇത് അപ്ലൈ ചെയ്താലേ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കറസ്പോണ്ടിങ് റെക്കോർഡ് കാണാൻ പറ്റുള്ളൂ. നമ്മൾ എന്താ പറയുക ലിറിക്സ് കൊടുത്തു കഴിഞ്ഞാൽ അപ്ഡേറ്റഡ് റെക്കോർഡ് നമുക്ക് കാണാൻ പറ്റും. സോ ഇന്നത്തെ സമ്മറി ഞാൻ പറഞ്ഞാൽ റെൻഡർ ഹെൽപ്പർ മെത്തേഡ് നമ്മൾ റെൻഡർ ചെയ്തിരുന്നു. എന്നിട്ട് നമുക്ക് ന്യൂ ലിറിക്സ് ആഡ് ചെയ്താലും ലിസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കാണുന്നില്ല. ലിറിക്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് ലിസ്റ്റ് കണ്ടു, പക്ഷേ പുതിയ ലിറിക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായില്ല. സോ അപ്പോളോ സ്റ്റോർ ഡാറ്റ സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ റെക്കോർഡ് റെക്കോർഡ് എന്താ പറയുക ഐഡൻറ്റിറ്റി റിയാക്റ്റിന് അപ്ഡേറ്റ് അറിയിക്കാനാവുന്നില്ല. സോ അതിൻ്റെ ഫിക്സ് എന്ന് പറഞ്ഞാൽ അപ്പോളോ ക്ലൈൻറ്റിൽ ഓരോ റെക്കോർഡിനും യുണീക്ക് ID ഡിഫൈൻ ചെയ്യണം ആക്ച്വലി. അപ്പോൾ അപ്പോളോ സ്റ്റോർ റിയാക്റ്റിനെ ഇൻഫോം ചെയ്യും UIയിൽ ഓട്ടോ റെൻഡർ ചെയ്യാനുള്ളത്. സോ അടുത്ത സെഷനിൽ നാളെ എന്താ നോക്കുകയെന്ന് വെച്ചാൽ അപ്പോളോ റെക്കോർഡ് ഐഡൻറ്റിഫിക്കേഷൻ ഇംപ്ലിമെൻറ്റ് ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ചെറാപ്പിയാണ്. താങ്ക്സ് ലോട്ട്, ബൈ.